ഇവ എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന അർജൻറ്റ് മെസ്സേജാണ്. ഓക്കെ, അപ്പോൾ ഈ റീഡിംഗ് എന്ന് പറയുന്നത് ജനറലാണ്, ജനറൽലെസ് ആണ് ആൻഡ് ടൈംലെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈംലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് സമയത്ത് ഈ ഒരു വീഡിയോ കാണുന്നോ അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതാണ് കേട്ടോ. ആദ്യം തന്നെ പറയാണ്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോസ് മുതൽ എന്തായാലും നോക്കാം. പേയ്മെൻ്റ് ഉണ്ട്, പക്ഷെ അത്രയും വലിയ പേയ്മെൻ്റ് ഒന്നും ഇല്ല. പിന്നെ ലൈക്കും കൂടെ ചെയ്തേക്കുക കേട്ടോ, കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ, അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളിപ്പോൾ വളരെ സെഡായിരിക്കുന്നൊരു ടൈമായിരിക്കാം. അതായത് സങ്കടപ്പെട്ടിരിക്കുന്ന ടൈമെന്നല്ല, നിങ്ങളെന്താ ഇമോഷണലി പെട്ടെന്ന് നിങ്ങളുടെ മൂഡ് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. സങ്കടം വരിക അല്ലെങ്കിൽ ദേഷ്യം വരിക, എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, പെട്ടെന്ന് ഇങ്ങനെ ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ വെറുതെ സങ്കടം വരിക, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ ഇരിക്കുന്നൊരു ടൈമാണ് നിങ്ങൾ. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആകാം അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടായിരിക്കാം നിങ്ങളുടെ ഈ ഒരു സ്വഭാവം കാരണം നിങ്ങൾക്ക് നല്ല നല്ല റിലേഷൻഷിപ്സ് കട്ടായി പോവുകയാണ്, നഷ്ടമായി പോവുകയാണ് നിങ്ങൾക്ക്. അപ്പം യൂണിവേഴ്സ് ഇവിടെ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ കൺട്രോൾ ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് ദേഷ്യമൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക, എന്താ സംസാരിക്കണത് ഉള്ളൊരു ബോധം വരുത്തുക. നിങ്ങൾ തന്നെ സ്വന്തം തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. എടുത്തു ചാടി ഒന്നും സംസാരിക്കുക അല്ലെങ്കിൽ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറയാതെയോ ഇരിക്കുക എന്ന് യൂണിവേഴ്സ് നിങ്ങളടുത്ത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എന്താ പറയുക, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതായത് നിങ്ങൾ ആഗ്രഹിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു, എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോലിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും പൊസിഷൻസ് ആയിരിക്കാം, ഹൈ പൊസിഷൻസ് ആയിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുക, ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. ഓക്കെ, നിങ്ങൾ പുതിയ പുതിയ റിലേഷൻഷിപ്സ് നിങ്ങളിലേക്ക് കടന്നു വരുന്നു. നിങ്ങളുടെ ശ്രദ്ധ പുതിയൊരു വ്യക്തിയിലേക്ക് പോകുന്നുണ്ട്. പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ എന്തൊക്കെയോ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരാണ്. പലവരും എന്തൊക്കെയോ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ എന്തൊക്കെയോ ചേഞ്ചുകൾ വരികയാണ്, എന്തൊക്കെയോ ചേഞ്ചുകൾ കൊണ്ടുവരികയാണ്. യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ എന്തോ നിങ്ങൾ ഭയങ്കരമായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചൊരു കാര്യം അത് നിങ്ങൾക്ക് കിട്ടുകയാണ്. പിന്നെ നിങ്ങളാകെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളടുത്ത് പറയുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് കൂൾ ആൻഡ് കാമായിട്ടിരിക്കുക, കൺട്രോൾ ചെയ്യുക. എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ എടുത്തുചാട്ടം ചിലപ്പോൾ നിങ്ങളെ മോശമായിട്ടുള്ള കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങളൊക്കെ വരുത്തി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചിലവരെങ്കിലും എന്താ പറയുക, ഈ സിനിമ ഫീൽഡ് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഫീൽഡിലൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. അവർക്ക് അങ്ങനത്തെ ചാൻസുകൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആകുന്നുണ്ട്. നിങ്ങളുടെ ഡ്രസ്സിങ്ങിൽ ചേഞ്ച്, നിങ്ങളിപ്പം ഇരുന്നത് പോലെയല്ല, നിങ്ങൾ പുതിയൊരാളാവാൻ പോവുകയാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മാറ്റമാണത്. അതേപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് ചിലരെങ്കിലും ഇപ്പം അനുഭവിക്കുന്നവരുണ്ട്. ഇതിൽ ചിലവരുടെ എനർജിയിൽ ഭയങ്കരമായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അവർ മനസ്സിലാക്കുക ഇതൊരു താൽക്കാലികം മാത്രമാണ്. നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളിലുള്ളിൽ തന്നെ ഇത് റെഡി ആയിട്ട് വരും. നിങ്ങളുടെ അതൊന്ന് ഒതുങ്ങി നിങ്ങളൊന്ന് സ്റ്റേബിളായിട്ട് വരും. ഓക്കെ, പിന്നെ ആരൊക്കെയോ ഹൈ പൊസിഷൻസിൽ എത്തുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പ്രൊമോഷൻസ് ആയിരിക്കാം ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകുകയാണ് നന്നായിട്ട്. യൂണിവേഴ്സ് നല്ല അനുഗ്രഹങ്ങൾ നന്നായിട്ട് നൽകുകയാണ്. ഇതിൽ പകുതി പേരും ഈ റീഡിങ് കാണുന്ന പകുതി പേരും എന്ന് വെച്ചാൽ പാസ്റ്റിൽ നന്നായിട്ട് വേദന അനുഭവിച്ചവരാണ്. റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിലായിരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയോ നിങ്ങൾ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് വേദന അനുഭവിച്ചവരാണ് നിങ്ങൾ. അപ്പം അതൊക്കെ മാറിയിട്ട് നിങ്ങൾ പുതിയൊരു ചേഞ്ചിലേക്ക് വരികയാണ്, നിങ്ങൾക്ക് സന്തോഷം കിട്ടുകയാണ്. ഓക്കെ, പിന്നെ നിങ്ങളിവിടെ ചെയ്യേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത്
ഇപ്പം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര സാഡായിട്ട് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പുതിയൊരു തീരുമാനം എടുക്കുക, അങ്ങനെ ഇരിക്കാതിരിക്കുക. നിങ്ങൾ പുതിയ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. സങ്കടങ്ങൾ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കാതെ, വെറുതെ ഓവർ തിങ്ക് ചെയ്തിരിക്കാതെ മുന്നോട്ട് പോവുക. ഈ വീടിനൊന്നും പുറത്തിറങ്ങാതെ അങ്ങനെ മറ്റുള്ളവരുമായിട്ട് മിങ്കിളാവാതെയൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, പുറത്തിറങ്ങി ഒന്ന് മറ്റുള്ളവരുമായിട്ടൊക്കെ കൂട്ടുകൂടിയൊക്കെ നടക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങളിലേക്ക് കുറച്ചും കൂടി അവസരങ്ങൾ വരും. നിങ്ങൾ പുറത്തൊന്ന് പോയിട്ട് ഒന്നും കൂടി ഒന്ന് മിങ്കിളാവുമ്പം നിങ്ങളിലേക്ക് പുതിയ പുതിയ അവസരങ്ങൾ പിന്നെയും വന്നുകൊണ്ടേ ഇരിക്കും. അപ്പം ഈ ഒരു റീഡിങ് എനിക്കിപ്പോൾ പോസിറ്റീവായിട്ടാണ് തോന്നിയത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഭാഗ്യങ്ങളാണ് ഇതൊക്കെ, നിങ്ങൾക്ക് തരുന്നതാണ് ഇതൊക്കെ. അപ്പം എന്താ പറയുക, ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല, നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചെടുക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഇത് ക്ലെയിം ചെയ്തെടുക്കുക, നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾ എടുക്കുക. യൂണിവേഴ്സ് പറയുന്നത് പോലെ കേൾക്കുക, നിങ്ങൾ ക്ഷമിക്കുക, കൺട്രോൾഡ് ആവുക നിങ്ങൾ സ്വന്തം. ഓക്കെ, അപ്പം കമൻറ്റ് ചെയ്യുക, താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പേഴ്സണൽ റീഡിങ് വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അടുത്ത വീഡിയോസ് മുതൽ കേട്ടോ.